in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2026 ജൂൺ മാസം 8-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. പ്രതിസന്ധികളെ നിങ്ങൾ മറികടക്കും. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് ആവർത്തന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ഇപ്പോൾ എഴുന്നേറ്റ് സേരേത്തോട് കടക്കുവിൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരേത്തോട് കടന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഇതാ, ഇസ്രായേൽ മക്കൾ ദൈവിക ആലോചന പ്രകാരം ഇപ്പോൾ അവർ എഴുന്നേറ്റ് സേരേത്തോട് കടക്കുകയാണ്. ആ കടക്കുന്നതിനകത്ത് അടുത്ത പദങ്ങൾ പറയുന്നു, അവർ കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടിട്ട് സേരേത്തോട് കടക്കുമ്പോൾ 38 വർഷമായി. 38 വർഷം അവർ ചുറ്റി സഞ്ചരിച്ചതിൽ നിന്ന് സേരേത്തോട് അവർ കടക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അവരുടെ വാഗ്ദത്തത്തിലേക്ക് അവർ കയറുകയാണ്. ജീവിതത്തിൽ ഇതുവരെ നിങ്ങളെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ വെല്ലുവിളികളെ, പ്രതിസന്ധികളെ നിങ്ങൾ മറികടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ ചില നന്മകൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇസ്രായേൽ മക്കൾ ഇതാ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നു നിന്ന് വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ രാത്രിയിൽ ദൈവം അവർക്ക് വേണ്ടി ചെങ്കടലിൽ വഴി തുറന്ന് അവർ ചെങ്കടൽ മറികടന്ന് അക്കരെ കയറുമ്പോൾ അവർ അന്നു മുതൽ അടിമകളല്ല, അവർ സ്വതന്ത്രരാണ്, അല്ലെങ്കിൽ അവകാശികളാണ്. ഇന്നലെ വരെയും കരയിപ്പിച്ച, ഇന്നലകളിൽ വെല്ലുവിളിച്ച ഫറവോന്റെ ശക്തി ആ രാത്രി കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയാം, നിങ്ങളുടെ മേലിൽ പകരപ്പെടുന്ന അഭിഷേകത്താൽ, നിങ്ങളുടെ മേലിൽ വെളിപ്പെടുന്ന ദൈവകൃപയാൽ നിങ്ങൾ ചിലതിനെ മറികടന്നാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി ആ പ്രതിസന്ധി കാണത്തില്ലെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ 84-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, അതിൽ നിങ്ങൾ ഒതുങ്ങരുത്, ആ കണ്ണുനീരിൽ നിങ്ങൾ അവസാനിക്കരുത്. ദൈവത്തിൻ്റെ സഹായത്താൽ 23-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, കൂരിൽ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുന്നില്ല, നീ എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. നമ്മുടെ കണ്ണുനീരിൽ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ താഴ്വരകളിലൂടെ നാം കടക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളതിനെ മറികടക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കണ്ണുനീര് മാറി, വിലാപം മാറി, നൃത്തത്തിലേക്ക് നിങ്ങൾ കയറാൻ പോവുകയാണ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറാൻ പോവുകയാണ്. ഒന്നുകൂടി ആരോടൊക്കെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ അഭിഷേകത്തിൽ മുമ്പോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കുമെങ്കിൽ ഈ പ്രഭാതം മുതൽ ഇന്നലകളുടെ വെല്ലുവിളികൾ അവസാനിക്കാൻ പോവുകയാണ്. ഇന്നലകളുടെ നിന്ദ തീരാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക്. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെയെന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ഏലീശ ഇക്കര കടന്നു. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ മേളിൽ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ പുതപ്പ് കൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാപിച്ച അഭിഷേകത്താൽ നിങ്ങളെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറയുന്ന യോർദാനെ നിങ്ങൾക്ക് മുറിക്കാൻ കഴിയും. ഈ യോർദാനെ നിങ്ങൾ കടന്നാൽ, അല്ലെങ്കിൽ ഈ യോർദാനെ നിങ്ങൾ മറികടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ വന്ന നിന്ദ, ഇന്നലകളിൽ വന്ന കളിയാക്കലുകൾ, ഇന്നലകളിൽ വന്ന ചോദ്യങ്ങൾക്ക്
ദൈവം മറുപടി പറയാൻ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ ആരെയൊക്കെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ചില വിഷയങ്ങളെ, ചില പ്രതിസന്ധികളെ നിങ്ങൾ മറികടക്കുകയാണ്. ആ മറികടക്കുന്നതിനകത്ത് ഇതാ ദാവീദ് ഗോലിയാത്തിനെ കീഴടക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ചിലതിനെ അവകാശം പറയാൻ പോവുകയാണ്. കഴിഞ്ഞ 39 ദിവസം ഒരേപോലെ ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തെ ഭയപ്പെടുത്തി വെല്ലുവിളിച്ചു. പക്ഷേ ഇതാ 40ാമത്തെ ദിവസം ദാവീദിൻ്റെ കയ്യിലെ കല്ലുകൊണ്ട് അവൻ കീഴടങ്ങുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഈ മണിക്കൂറുകളിൽ, ഈ ദിവസങ്ങളിൽ ചിലതിനെ കീഴടക്കി ജയിക്കാൻ പോവുകയാണ്, ചിലതിനെ മറികടക്കാൻ പോവുകയാണ്. ആത്മാവിൽ അടുത്ത വാക്യം കൊണ്ടൊന്ന് വായിക്കാൻ പോവുകയാണ്. നമ്മൾ വായിച്ചത് 14ാമത്തെ വാക്യമെങ്കിൽ 15ാമത്തെ വാക്യം കൂടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15ാമത്തെ വാക്യം. എരിഹോവിൽ അവനെതിരെ നിന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിൻ്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്ന് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വാക്യം നിങ്ങളുള്ള പ്രവചനദൂതാണ്. ഇന്നലകളിൽ കരയിപ്പിച്ച, ഇന്നലകളിൽ വഴി തടഞ്ഞ, ഇന്നലകളിൽ നിന്ദിച്ചവരുടെ മുമ്പിൽ ഇതാ നിങ്ങൾ ചില പ്രതിസന്ധികളെ മറികടക്കാൻ പോവുകയാണ്. ആ പ്രതിസന്ധിയെ മറികടക്കുന്നതോടെ ഏലിയാവിൻ്റെ ദൈവം, അല്ലെങ്കിൽ നിങ്ങളുടെ മേളിൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചിലവർ നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ഈ ദൈവത്തെ വിളിക്കാൻ പോകുന്നു, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങൾ മറികടക്കാൻ തയ്യാറാകുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ ഞങ്ങൾ മറികടക്കാൻ ആഗ്രഹിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ കരത്തിൽ പിടിക്കണമേ. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന താമ്രക്കഥകളെ, ഇരുമ്പോടാമ്പലുകളെ അങ്ങ് കണ്ണിച്ച് കളയണമേ. ദുർഘടങ്ങളെ അങ്ങ് നിരപ്പാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചിലത് ഞങ്ങളുടെ മുമ്പിൽ കീഴടങ്ങട്ടെ, ചിലത് ഞങ്ങൾ അവകാശികളായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ഈ പ്രഭാതം മുതൽ ഞങ്ങളെ ജയോത്സവമായി നടത്താൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ആയിരങ്ങൾക്ക് അത് അനുഗ്രഹമായിരുന്നു. നിങ്ങൾക്കും അതൊരു അനുഗ്രഹമാകട്ടെ. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കാണുന്ന നമ്പറുകൾ നിങ്ങൾ വിളിക്കുക. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.